തമിഴ്നാട്ടിൽ നിന്നും ഇപ്പോൾ ഒരു വാർത്ത പുറത്തു വരുന്നു. നിരോധിത ഭീകര സംഘടനയായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ രാഷ്ട്രീയ വിഭാഗമാണ് SDPI അഥവാ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. ഈ SDPI കഴിഞ്ഞ ദിവസം ഒരു വർഗീയ കലാപത്തിലുള്ള ശ്രമം നടത്തി തമിഴ്നാട്ടിൽ എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഈ SDPI കഴിഞ്ഞ ദിവസം മധുരൈ കുന്നിൽ അവരുടെ കുർബാനി എന്ന് പറയുന്നത്, അതായത് മൃഗബലി എന്നാണ് ഇതിനെ പറയുന്നത്, നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഒരു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന്റെ അടുത്തെത്തി എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. തമിഴ്നാട്ടിലെ തൃപ്പരൻകുന്ത്രം നഗരം എന്ന് പറയുന്ന നഗരത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. മധുരയിലെ മലയിലെ സിക്കന്ദർ ഷാ ബാദുഷാ ദർഗ എന്ന് പറഞ്ഞൊരു ദർഗയുണ്ട്. ആ ദർഗയിൽ ഇസ്ലാമിക സംഘടനകൾ ആടിനെയും കോഴികളെയും അറുത്ത് കുർബാനി നടത്തുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് ഹിന്ദു മക്കൾ കച്ചി മധുരൈ ജില്ലാ പ്രസിഡന്റ് സോലൈ കണ്ണൻ പോലീസ് കമ്മീഷണർ ലോകനാഥിന് അപേക്ഷ നൽകിയതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ വിഷയം ഉണ്ടായിരിക്കുന്നത്. അതായത് ഇത് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന്റെ അടുത്താണ് ഈ ദർഗ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആചാരങ്ങൾ അവിടെ വച്ചു പൊറുപ്പിക്കാൻ സാധിക്കില്ല എന്നായിരുന്നു പ്രധാനപ്പെട്ട കാര്യം. പ്രശസ്തമായിട്ടൊരു മുരുകന്റെ ക്ഷേത്രമാണ് അത് എന്നുള്ളത് കൊണ്ടാണ് മധുരയിലെ തിരുപ്പരൻകുന്ത്രം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഒരു പുരാതന സ്ഥലമാണെന്നും ഹിന്ദുക്കൾക്ക് വളരെയധികം മതപരമായിട്ടുള്ള പ്രാധാന്യമുള്ള സ്ഥലമാണെന്നും സോലൈ കണ്ണൻ തന്റെ ഹർജിയിൽ പറയുന്നു. ഇവിടുത്തെ ഹിന്ദു സമൂഹം എല്ലാ പൗർണമിയിലും തിരുപ്പരൻകുന്ത്രം എന്ന് പറയുന്ന അമ്പലം, അതൊരു കുന്നിന്റെ മുകളിലാണ്. ആ അമ്പലത്തിൽ പോയി ആരാധന നടത്തുന്നതാണ്. പോരാത്തതിന് ഗിരിവലം നടത്തുകയും ചെയ്യുന്നു, അതായത് പ്രദക്ഷിണം വയ്ക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ തൊട്ടടുത്ത് ഒരു ദർഗയിൽ ഇത്തരത്തിലൊരു മൃഗബലി നടക്കുന്നത് തങ്ങൾക്ക് അംഗീകരിക്കാനായിട്ട് സാധിക്കില്ല. എന്നാൽ SDPI പ്രവർത്തകർ ഇതിൽ പ്രതിഷേധവുമായി രംഗത്തെത്തി. ഇതിൽ എന്താണ് തെറ്റെന്നാണ് അവർ ചോദിച്ചത്. അതേസമയം പോലീസ് മൃഗബലി നടത്തുന്നത് ഇപ്പോൾ പൂർണ്ണമായും തടഞ്ഞിരിക്കുകയാണ്. ഒരു വർഗീയ സംഘർഷത്തിനുള്ള ശ്രമമാണെങ്കിൽ അതിവിടെ വിലപ്പോവില്ല എന്നാണ് പോലീസ് SDPI പ്രവർത്തകരോട് പറഞ്ഞിരിക്കുന്നത്. ഈ മൃഗബലി ഇപ്പോൾ തുടങ്ങിയതാണെന്നും നേരത്തെ ഈ അമ്പലത്തിന്റെ അടുത്ത് ഈ മൃഗബലി എന്ന് പറയുന്ന ഒരു സംവിധാനം ഇല്ലായിരുന്നു എന്നുമാണ് ഇപ്പോൾ ഹിന്ദു മക്കൾ കക്ഷി അവരുടെ ഹർജിയിൽ പറയുന്നത്. ഇത് എങ്ങനെയാണ് ഇവിടെ തുടങ്ങിയതെന്ന് പറഞ്ഞാൽ ഒരു കലാപത്തിനായി കോപ്പ് കൂട്ടുകയാണ്. മധുരയിൽ പ്രധാനമായും BJP വളരെ ശക്തമായി മുന്നോട്ട് പോകുന്ന ഒരു സ്ഥലമാണ് മധുരൈ. അങ്ങനെയുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് SDPI കലാപത്തിനുള്ള ആഹ്വാനം നടത്തുന്നു, കോപ്പ് കൂട്ടുന്നു എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരടക്കം പറയുന്നത്. ഇപ്പോൾ ശനിയാഴ്ച ദർഗയിൽ വിരുന്നിനാണ് ആടിനെയും കോഴിയെയും കുർബാന നൽകുന്നതായി ഇസ്ലാമിക് ജമാഅത്ത് നേതാക്കളുടെ നേതൃത്വത്തിൽ ഒരു സംഘം മുസ്ലിങ്ങൾ പറയുന്നത്. ഇവർ ദർഗയിൽ പ്രാർത്ഥന മാത്രമേ അനുവദിക്കുള്ളൂ, മൃഗബലി നടത്താൻ പാടില്ല എന്നതിനാൽ ജമാഅത്ത് നേതാക്കൾക്ക് പോലീസ് ഇപ്പോൾ ദർഗയിലേക്ക് പ്രവേശിക്കാൻ പോലും സമ്മതിക്കുന്നില്ല. കാരണം പോലീസ് അവരെ പ്രവേശിക്കാൻ സമ്മതിക്കാത്തതിൻ്റെ കാരണം ഇവർ അവിടെ പ്രാർത്ഥന നടത്താനല്ല, മൃഗബലി നടത്താനാണ് വന്നിരിക്കുന്നത് എന്ന് അവർ തന്നെ പറഞ്ഞതുകൊണ്ടാണ്. നിങ്ങൾ പ്രാർത്ഥിക്കാൻ മാത്രമാണെങ്കിൽ ദർഗയ്ക്കുള്ളിൽ കയറിയാൽ മതി, മൃഗബലി നടത്താൻ അതിനകത്തേക്ക് കയറേണ്ട എന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. പല മാധ്യമങ്ങളും പറയുന്നതനുസരിച്ച് സിക്കന്ദർ ബാദുഷാ ദർഗയിൽ ബലികർമ്മങ്ങൾ നടത്താൻ അനുമതി തേടി റവന്യൂ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ജില്ലാ ഭരണകൂട ഉദ്യോഗസ്ഥരുമായി ഇസ്ലാമിക സംഘടനകൾ കഴിഞ്ഞ ആഴ്ച കൂടിക്കാഴ്ച നടത്തിയിരുന്നു. എന്നാൽ മധുര ജില്ലാ ഭരണകൂടം ദർഗയിൽ പ്രാർത്ഥന മാത്രമാണ് അനുവദിച്ചിരുന്നത്. മുരുകന്റെ 6 പുണ്യസ്ഥലങ്ങളിൽ ഒന്നാണ് ഈ തിരുപ്പരൻകുന്ത്രം എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം. ഈ 6 പുണ്യസ്ഥലങ്ങളിൽ മൃഗങ്ങളെ ബലിയർപ്പിക്കാനുള്ള മുസ്ലിങ്ങളുടെ ശ്രമത്തെ ഹിന്ദു മുന്നണി അംഗങ്ങൾ ചെറുത്തിരുന്നു. മലയെ ഇസ്ലാമിക ആരാധനാലയമാക്കി മാറ്റാനാണ് മുസ്ലിങ്ങൾ ശ്രമിക്കുന്നത് എന്ന് അവർ പറഞ്ഞു. പോരാത്തതിന് ഇതൊരു വർഗീയ കലാപമാക്കി മാറ്റാൻ സമ്മതിക്കില്ല എന്ന് പോലീസും പറയുന്നുണ്ട്. എന്തായാലും തിരുപ്പരൻകുന്ത്രം എന്ന് പറയുന്ന ആ വലിയ മുരുകന്റെ 6 പുണ്യസ്ഥലങ്ങളിൽ ഒന്നായ സ്ഥലത്ത് വർഗീയ കലാപത്തിനുള്ള കോപ്പ് കൂട്ടുകയാണ് ഇപ്പോൾ SDPI. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.